പിന്നെ ഞാൻ ഒരു കൃഷിക്കാരനൊന്നുമല്ല. എനിക്ക് കൃഷിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നുമല്ല. പണ്ട് വീട്ടിൽ എന്തോന്നാ ഒരു കുഴി എടുത്തിട്ട് വാഴ നടാൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ എടുത്ത കുഴി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു പൊത്തിലും മുതകിലൊക്കെ. ഞാൻ ഇവിടെ ഒരു ദിവസം നമ്മുടെ സോഡ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വാങ്ങിച്ചു, സോഡ വാങ്ങിച്ചു. ഇതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുരു വന്നിട്ട് ആ കുരു ജസ്റ്റ് ചുമ്മൊന്ന് മാറ്റിയിട്ടതാണ്. അത് മുളച്ച് വന്നപ്പോഴാണ് എനിക്ക് എന്താണ് ഞമ്മ നട്ടാലും മുളക്കൂലോ എന്നുള്ളൊരു ചിന്ത വന്നതും. അതേപോലെ തന്നെ ഇപ്പം എനിക്ക് അതേപോലെ തന്നെ തൈകൾ ഞമ്മ വേസ്റ്റൊക്കെ കളയുന്ന നമ്മുടെ കുരുകളിൽ നിന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ 111 കുരു ഞാൻ നട്ടായിരുന്നു. നിങ്ങൾ ഓർക്കണ്ട, എണ്ണിയാണ് നട്ടത്. അതിനകത്ത് 75 ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. മൊത്തം 83 മുളച്ചായിരുന്നു. 83 കുറച്ചെണ്ണം വെയിൽ കൊണ്ടും ബാക്കിയുള്ള എന്തോ കാരണം കൊണ്ടൊക്കെ കരിഞ്ഞു പോയി, ഉണങ്ങി ഇതായിപ്പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 78 എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. ഇനി ബാക്കി മാറ്റി നടാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൃഷികളായിട്ട് തണ്ണിമത്തൻ നട്ടിട്ടുണ്ട്, പുതിന, തക്കാളി, തുളസി, നമ്മുടെ പനിനീർക്കൂർക്ക, ഉരുളക്കിഴങ്ങ്, അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സായിട്ട് കൈതച്ചക്ക ഒരൊറ്റൊരെണ്ണം നട്ടിട്ടുള്ളൂടെ. പ്ലസ് കപ്പലണ്ടി ഒന്നും മുളക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ മുളച്ചു ഗേസ്, ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് മുളച്ച് അത് അതേപോലെ നമ്മുടെ എന്താണ് ഈ മധുരക്കിഴങ്ങും മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ വെച്ചിട്ട് ഇതായി കൊണ്ടുവന്നതാണ്. സോ എൻ്റെ കൈക്കും കൈപ്പുണ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നാരങ്ങകൾ കച്ചവടമാവുന്നുണ്ട്. ഒരു തൈക്ക് 15 റംസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. 10 റംസിന് കൊടുക്കുമ്പോൾ ആ ചട്ടി ഞാൻ തിരിച്ചു വാങ്ങിക്കും കേട്ടോ. ഇവിടെ ചട്ടിക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെയുള്ള വിശേഷങ്ങൾ. നാളെ തുടങ്ങിയിട്ട് നല്ല അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.